Good morning to all. അപ്പോൾ നമ്മൾ ബൈബാക്ക് ഓഫ് ഷെയർസിനെ പഠിച്ചു. എന്താണ് ബൈബാക്ക് ഓഫ് ഷെയർസ് എന്ന് പറഞ്ഞാൽ, ഒരു കമ്പനി അവർ ഓൾറെഡി ഇഷ്യൂ ചെയ്ത ഷെയർസ് പബ്ലിക്കിൻ്റെ നിന്ന് തിരിച്ചു വാങ്ങുന്നതിനെയാണ് നമ്മൾ ബൈബാക്ക് ഓഫ് ഷെയർസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ ബൈബാക്ക് ഓഫ് ഷെയർസിൻ്റെ കുറച്ച് ജേർണൽ എൻട്രി നമുക്ക് പഠിക്കാനുണ്ട്. അതായത് ഇപ്പം നമ്മൾ ബൈബാക്ക് നടത്തുന്നത് ഫ്രഷ് ഇഷ്യൂ ഓഫ് ഷെയർസ് ഫ്രഷ് ആയിട്ട് ഇഷ്യൂ ചെയ്യണമെങ്കിൽ പുതിയ ഷെയർസ് ഇഷ്യൂ ചെയ്തുകൊണ്ട് ആ കിട്ടുന്ന ഫണ്ട് കൊണ്ട് നമ്മൾ ഷെയർസ് ബൈബാക്ക് ചെയ്യാം. അപ്പം നമ്മുടെ ജേർണൽ എൻട്രി എങ്ങനെ നോക്കാം. ഇപ്പോൾ അറ്റ് പാറാണെങ്കിൽ ബാങ്ക് അക്കൗണ്ട് അറ്റ് ടു പ്രിഫറൻസ് ഷെയർ അപ്ലിക്കേഷൻ ആൻഡ് അലോട്ട്മെൻറ്റ് അക്കൗണ്ട്. ബാങ്ക് അക്കൗണ്ട് അറ്റ് ഫ്രഷ് ഇഷ്യൂ നടത്തുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ക്യാഷ്. അപ്പോൾ ബാങ്ക് അക്കൗണ്ട് അറ്റ് ടു പ്രിഫറൻസ് ഷെയർ അപ്ലിക്കേഷൻ ആൻഡ് അലോട്ട്മെൻറ്റ് അക്കൗണ്ട്. പിന്നെ നെക്സ്റ്റ് വരുന്നത് പ്രിഫറൻസ് ഷെയർ അപ്ലിക്കേഷൻ ഓർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട് അറ്റ് ടു പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ. ഇത് നമ്മൾ ഓൾറെഡി പഠിച്ച ജേർണൽ എൻട്രികളാണ്. ബാങ്ക് അക്കൗണ്ട് അറ്റ് ടു പ്രിഫറൻസ് ഷെയർ അപ്ലിക്കേഷൻ ആൻഡ് അലോട്ട്മെൻറ്റ് അക്കൗണ്ട് അറ്റ് ടു പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ. ഇത് ഓൾറെഡി പഠിച്ച ജേർണൽ എൻട്രികൾ തന്നെയാണ് കേട്ടോ. ഇനി പ്രീമിയം ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമുക്കറിയാം പ്രീമിയത്തിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം. കാരണം എന്താ? ഫ്രഷ് ഇഷ്യൂ നടത്തിയിട്ട് നമുക്ക് ക്യാഷ് കിട്ടണ കേസിൽ പ്രീമിയം വരാണെങ്കിൽ ക്രെഡിറ്റ് ചെയ്യണം. അപ്പം നമ്മുടെ ജേർണൽ എൻട്രി വരാം ബാങ്ക് അക്കൗണ്ട് അറ്റ് ടു പ്രിഫറൻസ് ഷെയർ അപ്ലിക്കേഷൻ ആൻഡ് അലോട്ട്മെൻറ്റ് അക്കൗണ്ട്. ഇനി വരുന്നത് നമ്മൾ ഫ്രഷ് ഇഷ്യൂ നടത്തിയിട്ടാണ് നമ്മുടെ എമൗണ്ട് ഇൻക്രീസ് ചെയ്തത്. അപ്പം നമ്മുടെ പ്രിഫറൻസ് ഷെയർ അലോട്ട്മെൻറ്റ് ഓർ അപ്ലിക്കേഷൻ അക്കൗണ്ട് അറ്റ് ടു പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ടു സെക്യൂരിറ്റി പ്രീമിയം റിസർവ്. പ്രീമിയത്തിലാണ് നമ്മളിവിടെ ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നത്. പ്രീമിയത്തിലാവുമ്പോൾ ആ പ്രീമിയത്തിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം. അപ്പം നേരത്തെ പറഞ്ഞത് പ്രിഫറൻസ് ഷെയർസ് ഇഷ്യൂ ചെയ്തിട്ട് ഫണ്ട് റൈസ് ചെയ്തിട്ട് അത് വെച്ച് നമ്മൾ ഷെയർസ് വാങ്ങണമായിരിക്കും. ഇവിടെ നമ്മൾ ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്തിട്ട് ആ കിട്ടുന്ന പൈസ കൊണ്ട് നമ്മൾ ബൈബാക്ക് ഓഫ് ഷെയർസ് നടത്താം. അതാണ് ഫ്രഷ് ഇഷ്യൂ ഓഫ് ഷെയർസിൽ വരുന്നത്. വെൻ ഡിബഞ്ചേഴ്സ് ആർ ഇഷ്യൂഡ് അറ്റ് പാറിലാണെങ്കിൽ നമ്മുടെ ജേർണൽ എൻട്രി എങ്ങനെ വരാം? ബാങ്ക് അക്കൗണ്ട് അറ്റ് ടു ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് പാറിലാണെങ്കിൽ. ഡിസ്കൗണ്ടിലാണെങ്കിലോ ബാങ്ക് അക്കൗണ്ട് അറ്റ് ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് അറ്റ് ടു ഡിബഞ്ചേഴ്സ് അക്കൗണ്ട്. നമുക്കറിയാം ഡിസ്കൗണ്ട് എപ്പോഴും ഡെബിറ്റ് ചെയ്യണം. പ്രീമിയം വന്നാൽ അതിനെന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ പ്രീമിയത്തിനാണെങ്കിലോ ബാങ്ക് അക്കൗണ്ട് അറ്റ് ടു ഡിബഞ്ചർ അക്കൗണ്ട് ടു സെക്യൂരിറ്റി പ്രീമിയം റിസർവ് അക്കൗണ്ട്. പ്രീമിയം ആണെങ്കിൽ ക്രെഡിറ്റ് ചെയ്യണം, ഡിസ്കൗണ്ട് ആണെങ്കിൽ ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ അങ്ങനെയാണ്. ഇനി നമ്മൾ ഈ ബൈബാക്കിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ബാങ്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. നമുക്ക് സെപ്പറേറ്റ് ബാങ്ക് അക്കൗണ്ട് വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാം, ഇല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യണമെന്നില്ല. അപ്പം അങ്ങനെ സെപ്പറേറ്റ് ബാങ്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ ജേർണൽ എൻട്രി വരാം ബൈ ബാങ്ക് അക്കൗണ്ട് അറ്റ് ടു ബാങ്ക് അക്കൗണ്ട്. അതായത് ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്തുകൊണ്ട് നമ്മൾ ബൈബാക്ക് ചെയ്യാം. ഓപ്പണിംഗ് സെപ്പറേറ്റ് ബാങ്ക് അക്കൗണ്ട് ഫോർ ദ പർപ്പസ് ഓഫ് ബൈബാക്ക് പർപ്പസിന് വേണ്ടി നമ്മൾ സെപ്പറേറ്റ് ബാങ്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. അപ്പം നമ്മുടെ ജേർണൽ എൻട്രി വരാം ബൈബാക്ക് അക്കൗണ്ട് അറ്റ് ടു ബാങ്ക് അക്കൗണ്ട്. ബൈബാക്ക് അക്കൗണ്ടിന് വേണ്ടി നമ്മൾ ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്തു. ബൈബാക്ക് അക്കൗണ്ട് അറ്റ് ടു ബാങ്ക് അക്കൗണ്ട്. ക്ലിയർ ആയില്ലേ? ഇനി നമ്മൾ ആ ബൈബാക്ക് ചെയ്യണ് ഷെയർസ് ബൈബാക്ക് ചെയ്യണ്, തിരിച്ചു വാങ്ങണ്. നമ്മൾ ആർക്കാണോ വിറ്റത് അവരുടെ നിന്ന് നമ്മൾ ആ ഷെയർസ് തിരിച്ചു വാങ്ങണു. അപ്പം നമ്മുടെ ജേർണൽ എൻട്രി എങ്ങനെ വരാം? ഇക്വിറ്റി ഷെയർ ബൈബാക്ക് അക്കൗണ്ട് അറ്റ് ടു ബൈബാക്ക് അക്കൗണ്ട്. ഇതാണ് നമ്മുടെ ബൈബാക്ക് ചെയ്യുമ്പോൾ വരുന്ന ജേർണൽ എൻട്രി. ഇക്വിറ്റി ഷെയർ ബൈബാക്ക് അക്കൗണ്ട് അറ്റ് ടു ബൈബാക്ക് അക്കൗണ്ട്. ഇനി നമ്മൾ പറയുന്നത് ക്യാൻസലേഷൻ ഓഫ് ഷെയർസ് ബോട്ട് ബാക്ക്. നമ്മൾ വാങ്ങിയ ഷെയർസ് ക്യാൻസൽ ചെയ്യാൻ പോവാണ്. അതായത് ക്യാൻസലേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മളൊരു ഷെയർസ് ബൈബാക്ക് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ചു വാങ്ങിക്കഴിഞ്ഞാൽ അത് ഇൻവെസ്റ്റ്മെൻറ്റ് പർപ്പസിനൊന്നും വയ്ക്കാൻ പറ്റില്ല. നമ്മളത് വാങ്ങിയ ഉടനെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ ക്യാൻസൽ ചെയ്ത് കളയണം. അതാണ് ക്യാൻസലേഷൻ ഓഫ് ഷെയർസ് ബോട്ട് ബാക്ക്. ആസ് പെർ സെക്ഷൻ 68(1) ദ ഷെയർസ് കനോട്ട് ബി പർച്ചേസ്ഡ് ബൈ ദി കമ്പനി ഫോർ ഇൻവെസ്റ്റ്മെൻറ്റ് പർപ്പസ്. നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് പർപ്പസിന് വേണ്ടി വാങ്ങാൻ പറ്റില്ല. ഇറ്റ് മീൻസ് ബൈബാക്ക് ക്യാൻ ബി മെയ്ഡ് ബൈ ദി കമ്പനി ഫോർ ക്യാൻസലേഷൻ അറ്റ് എ ഡിസ്കൗണ്ട് ഓൾസോ. അത് ക്യാൻസൽ തന്നെ ചെയ്യണം. ബൈബാക്ക് വാങ്ങുന്ന ഷെയർസ് അത് ക്യാൻസൽ ചെയ്ത് കഴിയണം. ദ റെസ്പെക്റ്റീവ് ജേർണൽ എൻട്രി ഇൻ അക്കോർഡൻസ് വിത്ത് ദ കേസ് ആസ് ഫോളോസ്.
ഇവിടെ 3 കേസ് പറയുന്നുണ്ട്. അതായത് ബൈബാക്ക് പാറിലാണെങ്കിൽ എങ്ങനെ എഴുതും, പ്രീമിയത്തിലാണെങ്കിൽ എങ്ങനെ എഴുതും, ഡിസ്കൗണ്ടിലാണെങ്കിൽ എങ്ങനെ ചെയ്യും. ഇത് നമ്മൾ ബൈബാക്ക് വാങ്ങണം. ഇപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞു പ്രീമിയത്തിലാണെങ്കിൽ എപ്പോഴും പ്രീമിയം എന്ത് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യണം, ഡിസ്കൗണ്ടിലാണെങ്കിൽ ഡെബിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. ഇവിടെ നമ്മൾ ബൈബാക്ക് ചെയ്യണം, തിരിച്ചു വാങ്ങണം. തിരിച്ചു വാങ്ങുന്നത് പ്രീമിയത്തിനാണെന്ന് പറയുമ്പോൾ എന്താ, നമ്മൾ പ്രീമിയം നമ്മുടെ കയ്യിൽ നിന്ന് കൊടുക്കണം. അപ്പോൾ അതിനെ നമ്മൾ ക്രെഡിറ്റ് അല്ല ചെയ്യേണ്ടത്, ഡെബിറ്റാണ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഡിസ്കൗണ്ടിലാന്ന് പറയുകയാണെങ്കിൽ ആ ഡിസ്കൗണ്ടിന് നമ്മൾ ഡെബിറ്റ് അല്ല, നമ്മുടെ കയ്യിൽ നിന്ന് നമുക്ക് ലാഭമാണ് വരുന്നത്, അത് ക്യാപിറ്റൽ പ്രോഫിറ്റാണ്. അപ്പോൾ ഡെബിറ്റ് അല്ല ക്രെഡിറ്റാണ് ചെയ്യേണ്ടത്. ക്യാപിറ്റൽ പ്രോഫിറ്റ് ആയതുകൊണ്ട് അത് എവിടേക്ക് ട്രാൻസ്ഫർ ചെയ്യണം, ക്യാപിറ്റൽ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അപ്പം നോക്ക്, വെൻ ബൈബാക്ക് ഈസ് അറ്റ് പാറിലാണെങ്കിൽ എങ്ങനെയെന്ന്, പാറിലാണെങ്കിൽ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് അറ്റ് ടു ഇക്വിറ്റി ഷെയർ ബൈബാക്ക് അക്കൗണ്ട്. പാറിലാണെങ്കിൽ ഒന്നുമില്ല, പ്രീമിയം ഇല്ല, ഡിസ്കൗണ്ടും ഇല്ല. അപ്പോൾ വെറുതെ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് അറ്റ് ടു ഇക്വിറ്റി ഷെയർ ബൈബാക്ക് അക്കൗണ്ട്. ഇങ്ങനെയാണ് ജനറൽ എൻട്രി വരിക. ഇപ്പം പ്രീമിയത്തിലാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു പ്രീമിയം സാധാരണ നമ്മൾ ക്രെഡിറ്റ് ചെയ്യാണ് ചെയ്യണേ, ഇത് ബൈബാക്ക് ചെയ്യണേ. അതായത് വാങ്ങിയപ്പോൾ പ്രീമിയം കൊടുക്കേണ്ടി വന്നു, അത് നമ്മളെ സംബന്ധിച്ച് നമ്മൾ ക്രെഡിറ്റ് അല്ല ചെയ്യേണ്ടത്, ഡെബിറ്റാണ്. അപ്പോൾ നമ്മുടെ ജനറൽ എൻട്രി വരാം, ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് അറ്റ് പ്രീമിയം പേയബിൾ ഓൺ ബൈബാക്ക് അക്കൗണ്ട് അറ്റ് ടു ഇക്വിറ്റി ഷെയർ ബൈബാക്ക് അക്കൗണ്ട്. പ്രീമിയത്തിനെ ഡെബിറ്റാണ് ചെയ്യേണ്ടത്, കാരണം ഇത് ബൈബാക്കാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ പ്രീമിയം കാണുമ്പോൾ എപ്പോഴും ക്രെഡിറ്റ് ആണ് ചെയ്യാറ്, ഇത് ഡെബിറ്റാണ്, നമ്മുടെ കയ്യിൽ നിന്നാണ് പൈസ കൊടുക്കുന്നത്. മറ്റേത് നമുക്ക് കിട്ടുന്ന കേസിലാണ് നമ്മളതിനെ ക്രെഡിറ്റ് ചെയ്യുന്നത്. ഇത് നമ്മൾ കൊടുക്കുന്നതായതുകൊണ്ട് നമ്മളതിനെ ഡെബിറ്റ് ചെയ്യണം. ഇനി വെൻ ബൈബാക്ക് ഈസ് അറ്റ് ഡിസ്കൗണ്ടിലാണെങ്കിൽ എന്ത് ചെയ്യും, ഡിസ്കൗണ്ട് ആണെങ്കിൽ നമുക്കത് ലാഭമാണ്, നമ്മൾ ഡിസ്കൗണ്ടിലാണ് അത് വാങ്ങിയത്, അപ്പോൾ അത് ക്യാപിറ്റൽ പ്രോഫിറ്റാണ്. അപ്പോൾ നമ്മൾ ക്യാപിറ്റൽ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ക്യാപിറ്റൽ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, അതിനെ ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ നമ്മുടെ ജനറൽ എൻട്രി വരാം, ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് അറ്റ് ടു ഇക്വിറ്റി ഷെയർ ബൈബാക്ക് ടു ക്യാപിറ്റൽ റിസർവ്. അതായത് ക്യാപിറ്റൽ പ്രോഫിറ്റ് നമ്മൾ എവിടേക്ക് ട്രാൻസ്ഫർ ചെയ്യണം, ക്യാപിറ്റൽ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. നെക്സ്റ്റ്, ട്രാൻസ്ഫർ ടു ക്യാപിറ്റൽ റിഡംഷൻ റിസർവ്. അതായത് ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അപ്പം നമ്മുടെ ജനറൽ എൻട്രി എങ്ങനെ വരാം, ഈ ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ സാധാരണ സെക്യൂരിറ്റി പ്രീമിയത്തിൽ ഉണ്ടെങ്കിൽ അതിലെ എമൗണ്ട് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് പേയ്മെൻറ്റ് നടത്താം, അല്ലെങ്കിൽ ഫ്രീ റിസർവിൽ നിന്ന്, അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ പ്രീമിയം ഇല്ലാത്ത സിറ്റുവേഷന് മാത്രമേ റിസർവിൽ നിന്ന് പേയ്മെൻറ്റ് വരുത്താൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ ജനറൽ എൻട്രി എങ്ങനെ വരാം, ക്യാപിറ്റൽ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. അപ്പോൾ സെക്യൂരിറ്റി പ്രീമിയം റിസർവ് അക്കൗണ്ട് അറ്റ് ഫ്രീ റിസർവ് അക്കൗണ്ട് അറ്റ് ടു ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ട്. അതായത് ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ടിലേക്ക് ആ എമൗണ്ട് പ്രീമിയത്തിൽ നിന്നോ അല്ലെങ്കിൽ റിസർവിൽ നിന്നോ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യാം. ഇനി അഡ്ജസ്റ്റ്മെൻറ്റ് പ്രീമിയം പെയ്ഡ് ഓൺ ബൈബാക്ക്. പ്രീമിയം നമ്മൾ കൊടുക്കുമ്പോൾ എങ്ങനെയാണ് അത് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന്. പ്രീമിയം കൊടുക്കുമ്പോൾ സെക്യൂരിറ്റി പ്രീമിയം റിസർവ് അക്കൗണ്ട് അറ്റ് ജനറൽ റിസർവ് അക്കൗണ്ട് അറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അറ്റ് ടു പ്രീമിയം പേയബിൾ ഓൺ ബൈബാക്ക്. അതായത് പ്രീമിയം കൊടുക്കുമ്പോൾ ആ പ്രീമിയം ആദ്യം എടുക്കുന്നത് സെക്യൂരിറ്റി പ്രീമിയം റിസർവ് അക്കൗണ്ടിൽ, അത് കഴിഞ്ഞിട്ട് ആവശ്യമുണ്ടെങ്കിലാണ് ജനറൽ റിസർവിനെ ഡിപ്പെൻഡ് ചെയ്യുള്ളൂ, അത് കഴിഞ്ഞിട്ട് ആവശ്യമുണ്ടെങ്കിലാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനെ ഡിപ്പെൻഡ് ചെയ്യുള്ളൂ. ഇങ്ങനെയാണ് ഇതിൻ്റെ ജനറൽ എൻട്രി. സെക്യൂരിറ്റി പ്രീമിയം റിസർവ് അക്കൗണ്ട് അറ്റ് ജനറൽ റിസർവ് അക്കൗണ്ട് അറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അറ്റ് ടു പ്രീമിയം പേയബിൾ ഓൺ ബൈബാക്ക് അക്കൗണ്ട്. ഇതാണ് നമ്മുടെ പ്രീമിയം പെയ്ഡ് ഓൺ ബൈബാക്കിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് വരാം. ഇനി ബൈബാക്ക് എക്സ്പെൻസ്, നമുക്കറിയാം നമ്മൾ ബൈബാക്ക് ചെയ്യുമ്പോൾ കുറച്ച് എക്സ്പെൻസസ് ഒക്കെ വരും. ആ എക്സ്പെൻസസ് നമ്മളെങ്ങനെയാണ് ജനറൽ എൻട്രി ആയിട്ട് എഴുതാന്ന് നോക്കണത്. നമ്മുടെ ജനറൽ എൻട്രി വരാം, ബൈബാക്ക് എക്സ്പെൻസസ് അക്കൗണ്ട് അറ്റ് ടു ബാങ്ക്. നമുക്കറിയാം എക്സ്പെൻസസ് വരുമ്പോൾ നമ്മുടെ ക്യാഷ് ബൈബാക്ക് വഴി നമ്മുടെ ബാങ്കിൽ നിന്ന് പോവുകയാണ് ചെയ്യണം. പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ബാങ്ക് അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യണം. അപ്പം നമ്മുടെ ജനറൽ എൻട്രി വരാം, ബൈബാക്ക് എക്സ്പെൻസസ് അക്കൗണ്ട് അറ്റ് ടു ബാങ്ക്. ബൈബാക്കിന് വേണ്ടി വരുന്ന എക്സ്പെൻസസ് നമ്മൾ ബാങ്കിൽ നിന്ന് പേയ്മെൻറ്റ് നടത്തി. ഇനി നമ്മൾ ആ വരുന്ന എക്സ്പെൻസസ്
ബൈബാക്ക് എക്സ്പെൻസസ് അക്കൗണ്ട് വിൽ ബി ക്ലോസ് ചെയ്യണം ബൈ ട്രാൻസ്ഫറിങ് എമൗണ്ട് ടു സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ഉണ്ട്. അതായത് ഈ ബൈബാക്ക് എക്സ്പെൻസസിൻ്റെ എമൗണ്ട് നമ്മൾ ക്ലോസ് ചെയ്ത് കളയണം. ഈ ക്ലോസ് ചെയ്യാനായിട്ട് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അതാണ് ഇവിടെ ജനറൽ എൻട്രിയുടെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെറ്റഡ് ടു ബൈബാക്ക് എക്സ്പെൻസസ്. അതായത് നമ്മളിവിടെ ബൈബാക്ക് ചെയ്യുമ്പോൾ കുറച്ച് എക്സ്പെൻസസ് വരും. ആ എക്സ്പെൻസസിൻ്റെ ജനറൽ എൻട്രി വരാം ബൈബാക്ക് അക്കൗണ്ട് ഡെറ്റഡ് ടു ബാങ്ക് അക്കൗണ്ട്. ഈ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഈ എക്സ്പെൻസസിനെ നമ്മൾ എന്ത് ചെയ്ത് കളയണം? ക്യാൻസൽ ചെയ്ത് കളയണം. അതിനാണ് ഈ ജനറൽ എൻട്രി വരിക. എവിടേക്ക് ട്രാൻസ്ഫർ ചെയ്തുകൊണ്ട്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ട്രാൻസ്ഫർ ചെയ്തുകൊണ്ട് ബൈബാക്ക് അക്കൗണ്ട് ക്ലോസ് ചെയ്ത് കളയാം. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെറ്റ് ടു ബൈബാക്ക് എക്സ്പെൻസസ് അക്കൗണ്ട്. അപ്പോൾ ബൈബാക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഫ്രഷ് ഇഷ്യൂ നടത്തിയിട്ട് ഷെയർസ് ഫ്രഷ് ഇഷ്യൂ ചെയ്തിട്ട് ആ എമൗണ്ടിൽ നിന്ന് നമുക്ക് ബൈബാക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്തിട്ട് നമുക്ക് ബൈബാക്ക് ചെയ്യാം, അല്ലെങ്കിൽ സെപ്പറേറ്റ് ബാങ്ക് അക്കൗണ്ട് അല്ലെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് ബാങ്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന കാര്യം പറഞ്ഞു. അതുപോലെ ക്യാപിറ്റൽ റിഡംഷൻ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്, പിന്നെ അതുപോലെ ഇപ്പോൾ എക്സ്പെൻസസ് ഉണ്ടെങ്കിൽ എങ്ങനെയാണ് മീറ്റ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ജേണൽ എൻട്രി പഠിച്ചാലാണ് നമുക്ക് പ്രോബ്ലം ചെയ്യാൻ പറ്റുള്ളൂ. ഇന്ന് എൻ്റെ ഇരുന്ന് ജേണൽ എൻട്രി പഠിക്കുക. ഓക്കെ, താങ്ക് യു.